നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന കാര്യം കേരളത്തിലെ പണക്കാരായ ചില കച്ചവടക്കാരനെ ബിസിനസ്സുകാരെന്ന് പറയും. അവരുടെ ജീർണ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ധാരാളം പണം ഉണ്ടാവും കയ്യിൽ. എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ അതൊരു എങ്ങനെ ഉണ്ടാക്കിക്കോട്ടെ, അത് വേറൊരു വശം. അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. ഈ ഒരുപാട് പണമുള്ള ചില വ്യക്തികൾ ചില കച്ചവട സ്ഥാപനങ്ങൾ ഇട്ട് കഴിയുമ്പം വലിയ വലിയ മാളുകളായിരിക്കാം, സ്വർണ്ണക്കടയായിരിക്കാം, തുണിക്കടയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ഇവർ ഉദ്ഘാടനത്തിന് ഒരു നേരം തരുമോ ചന്തിയും മുലയുമുള്ള ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ കൊണ്ടുവരും ഉദ്ഘാടനത്തിന്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പാണ്. നേരെ മറിച്ച് ഇവരെ ജനിപ്പിച്ച് വളർത്തിയ വലുതാക്കിയ അപ്പനെയോ അമ്മേനെയോ ഇവർ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടത്തിയതാണ്. കാരണം അപ്പനും അമ്മയും വയസ്സായില്ല, അവർ ഉദ്ഘാടനം ചെയ്ത എന്ന കാര്യം എന്നുള്ളതാണ് ഇവരുടെ ചിന്ത. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഒരു കാലഘട്ടം പോയില്ല, ഒരു ഇത്ര വർഷത്തിനുള്ളിൽ ഇത് പൂട്ടിക്കെട്ടിപ്പോവും. കാരണം വെച്ചാൽ ഇവരിൽ ധാരാളം പണമുണ്ട്. അവരേതൊക്കെയോ കുൽസിത മാർഗത്തിൽ കൂടെ ഉണ്ടാക്കി വെച്ച പണമുണ്ട്. അപ്പോൾ ഇവർ വലിയ വലിയ സ്ഥാപനങ്ങളിലും, വലിയ സൂപ്പർ മാർക്കറ്റ്, വലിയ മാള്, വലിയ ജ്വല്ലറികൾ. പക്ഷേ ഉദ്ഘാടനത്തിന് ഒരു നേരം കേരളത്തിൽ ഇപ്പോൾ സെലിബ്രിറ്റികൾ എന്നും പറഞ്ഞ് അവകാശപ്പെട്ട് നിന്ന നല്ല മാറും നല്ല കുണ്ടിയുള്ള കുറച്ച് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കുറച്ച് അവതാരങ്ങളെ, സത്യം പറഞ്ഞാൽ ഇതുങ്ങളെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇതുങ്ങൾ പോയി ഏതോ സിനിമയിലോ എവിടേക്കോ വന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി എന്നിട്ട് സെലിബ്രിറ്റികളെന്നും പറഞ്ഞ് അങ്ങ് അവകാശപ്പെട്ട് നടക്കുകയാണ്. അവരെ പൊന്തിച്ച് വെക്കുകയാണ് ഈ പണക്കാരായ ഈ എന്താ പറയുക, ഇങ്ങനത്തെ കുറച്ച് മുതലാളിമാർ. കാരണം ഇതിൻ്റെ പിന്നെ വലിയ തട്ടിപ്പാണ്. പക്ഷെ അത് കേരളത്തിലെ ഈ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ലെന്നുള്ള ഞാൻ പറഞ്ഞത്. അപ്പനെയാണ് കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത്, അല്ല പ്രസവിച്ച് വളർത്തിയ അമ്മേനെ കൊണ്ടുവന്നിട്ടാണ് നിങ്ങളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യേണ്ടത്, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പിന്നെ സാമാന്യബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്ന് ചിന്തിക്കുക. നിങ്ങളെ വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം തന്നും ഭക്ഷണം തന്നും നിങ്ങളെ വളർത്തി സമൂഹത്തിന് മുഖ്യധാരയെ കൊണ്ടുവന്ന് നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങൾ ബഹുമാനിക്കേണ്ടത്. അവരെ കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ കൂടുതൽ മാറും കുണ്ടിയുള്ള പെണ്ണുങ്ങളെ കൊണ്ട് നിർത്തി അല്ല ഉദ്ഘാടനം ചെയ്യിക്കേണ്ടത്. ചുമ്മാ വെറും തട്ടിപ്പ്, പ്രഹസനം, കുറേ പൈസ ഉള്ളതിൻ്റെ ഒരു പൊങ്ങച്ചം കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ അധികം ഒന്നും ഇല്ലാണ്ട് പൂട്ടിക്കെട്ടിപ്പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ